ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ടു എഡ്ജുവി ടെയിൽസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓസ്കിയുടെ സ്റ്റേഷൻ നമ്പർ 3 ആണ്. ഇതിന് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ സ്റ്റേഷൻ 1ഉം സ്റ്റേഷൻ 2ഉം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ റോൾ പ്ലേ ചെയ്ത് നോക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് കാണണം. അപ്പൊ നമുക്ക് തുടങ്ങാം. സ്റ്റേഷൻ 3. അതുപോലെ തന്നെ ഇതിന്റെ ഇംഗ്ലീഷ് വേർഷൻ നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. സ്റ്റേഷൻ 3 മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് പേഷ്യന്റ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ എൻഷുറിംഗ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അതിൽ അസസ് ചെയ്യുന്നത് നമ്മുടെ മെഡിക്കൽ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവിനെ, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാന് നമ്മുടെ പേഷ്യന്റിനോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അത് എമ്പതറ്റിക് ആണോ, കൾച്ചറലി സേഫ് മാനർ ആണോ എന്നൊക്കെയാണ് അവർ നോക്കുന്നത്. അപ്പോ ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാം. എക്സാമ്പിൾ മെയിൻലി ബേസ്ഡ് ഓൺ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ് മെല്ലിറ്റസ്, സ്മോക്കിംഗ്, മെഡിക്കേഷൻ മാനേജ്മെന്റ്, എക്സ്പ്ലനേഷൻ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളായിരിക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഹൈപ്പർ ടെൻഷൻ ആണ്. ഹൈപ്പർ ടെൻഷന്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എ 45-year-old patient has been newly diagnosed with hypertension. Your task is to explain what hypertension is, the importance of managing it, and provide lifestyle advice. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു. പേഷ്യന്റ് ന്യൂലി ഡയഗ്നോസ് ചെയ്താണ് ഹൈപ്പർ ടെൻഷൻ. ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ഹൈപ്പർ ടെൻഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം, അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജിങ് പറഞ്ഞു കൊടുക്കണം, അതുപോലെ ലൈഫ് സ്റ്റൈൽ അഡ്വൈസ്. ഈ 3 ടാസ്ക് നമ്മളുടെ മനസ്സിൽ വെക്കുക. ഇനി കാൻഡിഡേറ്റ് റെസ്പോൺസ് എങ്ങനെ ആയിരിക്കാം നോക്കാം. എപ്പോഴും ചിന്തിക്കുക, നമ്മൾ പ്രൊഫഷണൽ ആയിരിക്കുക, പ്രൊഫഷണലിസം കീപ്പ് ചെയ്യണം ത്രൂ ഔട്ട് ദ ആ ഒരു ടാസ്ക് ടൈമിൽ. അതുപോലെ തന്നെ എമ്പതറ്റിക് ആയിരിക്കണം, ക്ലിയർ എക്സ്പ്ലനേഷൻ ആയിരിക്കണം, മെഡിക്കൽ വേർഡ്സ് എല്ലാം അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ കൾച്ചറലി സേഫ് മാനറിലായിരിക്കണം നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. അതുപോലെ ടീച്ച് ബാക്ക് മെത്തേഡ് ആയിരിക്കണം, അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുക തിരിച്ച്. അതുപോലെ ഓപ്പൺ എൻഡഡ് ആയിരിക്കണം, വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് നോക്കാം കാൻഡിഡേറ്റ് റെസ്പോൺസ്. ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മൾ ആ പേഷ്യന്റ് പേര് വിളിക്കുന്നത്, ഹലോ മിസ്റ്റർ എക്സ് അല്ലെങ്കിൽ വൈ, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ നിങ്ങൾക്കുണ്ട്, അതേക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. അപ്പം ഞാനത് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ആ ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ എക്സ്പ്ലനേഷൻ ആണ്. എന്താണ് ഹൈപ്പർ ടെൻഷൻ നമ്മൾ പറയുക. ആർട്ടറിക്ക് ഉണ്ടാകുന്ന ചെറിയൊരു ഹൈ പ്രഷർ ആണ് ഈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കില്ല, പക്ഷെ ലേറ്റർ ചില കോംപ്ലിക്കേഷൻസ് കിഡ്നിനെയൊക്കെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ അവരെ പറഞ്ഞ് ഇതിന്റെ ആ ഒരു മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇനി നമുക്ക് അടുത്ത എന്താ, മാനേജ്മെന്റും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ അഡ്വൈസ് കൊടുക്കുക. അപ്പൊ മാനേജ്മെന്റ് നമുക്ക് പറയുമ്പോൾ എന്താ, ലൈഫ് സ്റ്റൈൽ അഡ്വൈസ്. ഈ ലൈഫ് സ്റ്റൈൽ അഡ്വൈസ് എപ്പോഴും പ്രാക്ടിക്കൽ ആയിട്ടുള്ള അഡ്വൈസ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഡയറ്റ്, അപ്പൊ അവരോട് പറയാ സാൾട്ട് ഒക്കെ കുറച്ച് കഴിക്കുക, എക്സസൈസ് 30 മിനിറ്റ്സ് നടക്കുന്ന കാര്യം പറയുന്നു. അതുപോലെ തന്നെ അടുത്ത എന്താ നമ്മൾ പറയുന്നത്, മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഡീപ് ബ്രീത്തിങ് എക്സസൈസ്, സ്ട്രെസ് മാനേജ്മെന്റ്. അപ്പൊ ഈ ഡീപ് ബ്രീത്തിങ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തവരെ കാണിച്ചു കൊടുക്കാം. അതുപോലെ വെയിറ്റ് മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ സ്മോക്കിംഗ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് ക്വിറ്റ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ പറയാം. അതിനുശേഷം നിങ്ങൾ അതിൽ ലാസ്റ്റ് ആ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിന്റെ ആ എക്സ്പ്ലനേഷൻ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചോദിക്കണം, ഡസ് ദിസ് ഇൻഫർമേഷൻ മേക്ക് സെൻസ് സോ ഫാർ. നീ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് ഓക്കെ ആണോ, അല്ലെങ്കിൽ നീ ഞാൻ പറഞ്ഞത് സെൻസിബിൾ ആയിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ എന്നവരോട് ചോദിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഓപ്പൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നീ എന്നോട് ചോദിക്കുക എന്നവരോട് പറയുക. അതുപോലെ എപ്പോഴും കൾച്ചറലി സേഫ് മാനറിലായിരിക്കണം നമ്മൾ ചോദിക്കേണ്ടത്. അവരോട് പറയുക, എനിക്കറിയാം ഇവിടെ കൾച്ചറിന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്നുള്ളതും, ട്രഡീഷണൽ പ്രാക്ടീസ് ഉണ്ട്, ഫുഡിന്റെ കാര്യത്തിൽ ഒരുപാട് പ്രിഫറൻസ് ഉണ്ട്, അതുപോലെ ഫാമിലി. അപ്പോൾ എല്ലാം ബേസ് ചെയ്ത് നിന്റെ പ്രിഫറൻസ് നോക്കി ഞാൻ ആ ഒരു രീതിയിലായിരിക്കും കെയർ പ്ലാൻ ചെയ്യാൻ പോകുന്നതെന്ന് അവർക്കൊരു റീഅഷുറൻസ് നമ്മൾ കൊടുക്കുക. അതുപോലെ ഫൈനലായിട്ട് ഈ ഒരു സിനാരിയോയിൽ നമ്മൾ ചെയ്യേണ്ടത് അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ ഈ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ്. അപ്പൊ നമുക്ക് അവരോട് ചോദിക്കാം, ബിഫോർ വി ഫിനിഷ് കുഡ് യു ഷെയർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും നിനക്ക് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ കുറച്ചു മുമ്പ് അത് ചോദിച്ചു, നമ്മൾക്ക് ഇടയ്ക്കൊക്കെ അത് ചോദിക്കാം. അപ്പൊ അവര് നമുക്ക് ടീച്ച് ബാക്ക് മെത്തേഡ്. അപ്പം പുള്ളിക്കാരി അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റ് നിങ്ങളോട് അവൾക്ക് എന്താണ് മനസ്സിലായെന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പൊ നിങ്ങൾക്ക് തിരിച്ചും എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്തുമാത്രം ആളിന് മനസ്സിലായെന്നും അതുപോലെ അത്രയും നേരം നല്ലൊരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു സിനാരിയോയിൽ എപ്പോഴും ഓർക്കേണ്ടത്, നമ്മൾ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആയിരിക്കണം, ഗുഡ് റാപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, ക്ലിയർ എക്സ്പ്ലനേഷൻ ആയിരിക്കണം, അതുപോലെ പ്രാക്ടീസ് ബേസ്ഡ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസേ പറഞ്ഞു കൊടുക്കാവുള്ളൂ, അതുപോലെ കൾച്ചറൽ സേഫ്റ്റി നോക്കണം, ടീച്ച് ബാക്ക് മെത്തേഡ്,
അതുപോലെ പ്രൊഫഷണലിസം ത്രൂ ഔട്ട് കീപ്പ് ചെയ്യണം. അപ്പം ഇത് ഒരു റോൾ പ്ലേ ചെയ്ത് നിങ്ങൾ നോക്കുക. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി ഇതിന്റെ ആ ഒരു എക്സാമ്പിൾ സഹിതം ഞാൻ പിൻ ചെയ്തേക്കാം. അപ്പൊ നിങ്ങളത് നോക്കണം. അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ നെക്സ്റ്റ് സ്റ്റേഷനുമായിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ആൻഡ് ബെസ്റ്റ് വിഷസ്.